ഹായ് ഗൈസ്, സോ നിങ്ങളുടെ ഫസ്റ്റ് ടൈം പാർട്ട് 2 സപ്ലൈ ആൻഡ് ഡിമാൻഡ് എക്സ്പാൻഷനിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഫ്രാക്ടൽസ്. അതും RBR, DBD, RBD അതുപോലെ DPR എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ഫ്രാക്ടൽ കൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് RBR എന്നും എന്താണ് DBD എന്നും എന്താണ് RBD എന്നും എന്താണ് DBR എന്നും പറഞ്ഞു തരുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും, കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഓക്കെ, സോ അൺലൈക്ക് നമ്മൾ അഡാപ്റ്റീവ് പ്രൈസ് ആക്ഷനൊക്കെ പറയുന്നത് പോലെ അല്ലായിരിക്കും RBR, DBD എന്നൊക്കെ പറയുന്നത് ഓൾറെഡി പ്രിഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മെത്തഡാണ്. അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ നല്ലോണം ഐഡൻറ്റിഫൈ ആയിട്ട് പഠിച്ചിരിക്കണം. മാർക്കറ്റ് ഏതൊരു അപ്പ് ട്രെൻഡിലാണോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലാണോ സൈഡ് വേസ് ട്രെൻഡിലാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു പറയുന്ന RBR, DBD ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഫോർ സെയിൽ, ആൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്രോഡക്റ്റ് ഫോർ അത് ബൈ ചെയ്യാനുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ ബൈ ചെയ്യാനുള്ള ആളുകളുടെ അർജ്, അതിനാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സിംപ്ലി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, അതാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ ഇൻഡെപ്ത് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് വരുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 1, പാർട്ട് 2, അത് കഴിഞ്ഞ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് വിത്ത് അതർ കോൺഫ്ലുവൻസസ്. ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ വരുമ്പോഴായിരിക്കും ഇത്രയും കാര്യങ്ങൾ ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് മാർക്കറ്റ് ഇക്വിലിബ്രിയം തിയറിയൊക്കെ. അതുവരെ ഈ ഒരു ഫ്രാക്ടൽസ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുമ്പോൾ ഈ ഒരു ഫ്രാക്ടൽസ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. ഫ്രാക്ടൽസ് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് വരുന്ന കുറച്ച് കൺസെപ്റ്റ്സിൽ ആദ്യം വരുന്നതാണ് RBR. എന്താണ് RBR? എന്താണ് R അല്ലെങ്കിൽ എന്താണ് B, എന്താണ് R? ഓക്കെ, ഓബിയസ്ലി. സോ മാർക്കറ്റിൽ 3 ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ട്. ഒന്ന് അപ്പ് ട്രെൻഡ്, ഒന്ന് ഡൗൺ ട്രെൻഡ്, ഒന്ന് സൈഡ് വേസ് ട്രെൻഡ്. ഇതിൽ ഏതൊരു അപ്പ് ട്രെൻഡ് ഓർ ഡൗൺ ട്രെൻഡാണ് നമ്മൾ മൂന്നും ഇവിടെ അപ്ലൈ ആവും. അതായത് അപ്പ് ട്രെൻഡും ഡൗൺ ട്രെൻഡും അതുപോലെ തന്നെ സൈഡ് വേസ് ട്രെൻഡും ഇവിടെ അപ്ലൈ ആവും. ബട്ട് ഏതെങ്കിലും ഒരു ട്രെൻഡിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇനേബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ RBR ഓർ DBD ഓർ DBR ഓർ RBD ഒക്കെ നമ്മൾ വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ട്രെൻഡ് ഉണ്ട്. ഈ ട്രെൻഡിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് നമുക്കിവിടെ ഏതൊരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ RBR, DBDയുടെയൊക്കെ കൺസെപ്റ്റ്. RBR, DBD, പിന്നെ RBD അതുപോലെ DBR. സംടൈംസ് എനിക്ക് നെയിം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകും, സോ ഇത് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഒരു അപ്പ് ട്രെൻഡ് സ്ട്രോങ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഒരു ഡൗൺ ട്രെൻഡ് വീക്കാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്ട്രോങ് ആണോ വീക്കാണെന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ പറ്റും വിത്ത് മാർക്കറ്റ് സ്ട്രക്ചർ. അത് ഐഡൻറ്റിഫൈ ഉള്ള വേറെ ടൂൾസും ഉണ്ട്. വോളിയം അതൊക്കെ നിങ്ങൾക്ക് വരുന്ന വീഡിയോസിലുണ്ട്. വോളിയം ട്രേഡിങ് നിങ്ങൾക്ക് സ്മാർട്ട് മണി കൺസെപ്റ്റിൽ ഫോർത്ത് പാർട്ടിലാണ് നിങ്ങൾക്ക് വോളിയം ട്രേഡിങ് കംപ്ലീറ്റ് കോഴ്സ് വരുന്നത്. ഓക്കെ, സോ ഇൻവേസ് അതാണ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. നമ്മൾ എന്താണ് RBR എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്ത് കണ്ടിന്യൂ റിവേഴ്സ് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു RBR, DBD ഒക്കെ ട്രേഡ് ചെയ്യുന്നത്. ഇനി എന്താണ് ഒരു RBR? ഫസ്റ്റത്തെ ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് RBR? RBRൻ്റെ ഫുൾ ഫോം വരുന്നത് റാലി ബേസ്ഡ് റാലി അല്ലെങ്കിൽ റാലി ബേസ് റാലി. അതാണ് RBRൻ്റെ ഫുൾ ഫോം. എന്താണ് റാലി ബേസ്ഡ് റാലി? അതറിയണമെങ്കിൽ നമ്മൾ എന്താണ് ഒരു റാലി എന്ന് പഠിക്കണം. റാലി മീൻസ് എ ക്ലൈംബ് അപ്പ്. ഓക്കെ, അതാണ് സിംപ്ലി റാലി മീൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗ്യാതറിങ് എന്നൊക്കെ ഒരുപാടുണ്ട്, പിന്നെ മാർച്ചിങ് അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് ഇവിടെ നമ്മളുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പ് ട്രെൻഡാണ് റാലി എന്ന് പറയുന്നത്. റാലി എന്ന് പറയുന്നത് ഒരു അപ്പ് ട്രെൻഡാണ്. ഓക്കെ, എന്താണ് ബേസ്? ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് വേസ് മാർക്കറ്റാണ്, അല്ലെങ്കിൽ അതൊരു ബേസ് ആണ്. അവിടെ വലിയ മൂവ്മെൻറ്റ് നടക്കാതെ ഒരു കൺസോളിഡേഷൻ ഫേസ് ആണ്. എന്താണ് അടുത്ത റാലി? സോ റാലി ബേസ്ഡ് റാലി, അതാണ് RBR. ഒരു റാലി മീൻസ് അപ്പ് ട്രെൻഡ് കഴിഞ്ഞിട്ടൊരു കൺസോളിഡേഷൻ കഴിഞ്ഞ് ഒരു അപ്പ് ട്രെൻഡ് വരും എന്നതാണ് RBR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എപ്പോഴും നമ്മളൊരു അനാലിസിസിൽ നമ്മൾ പറയാറുണ്ട് RBRന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രെൻഡ് ഇങ്ങനെ നിൽക്കുവാണ്, അത് കഴിഞ്ഞിട്ട് കൺസോളിഡേറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ ഒരു RBR നടക്കാനായിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയിട്ട് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് അടുത്ത ഒരു ലെഗ് അപ്പിന് ചാൻസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് RBR. രണ്ടാമത് വരുന്നതാണ് DBD, അല്ലെങ്കിൽ എന്താണ് D എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ D എന്ന് പറയുന്നത് ഫുൾ ഫോം പറയുന്നത് ഡ്രോപ്പ് ബേസ്ഡ് ഡ്രോപ്പ്. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ വീഴുന്നതെന്ന് പറഞ്ഞാൽ എന്തിനാണ്? മാർക്കറ്റ് താഴേക്ക് പോകുക. മാർക്കറ്റ് താഴേക്ക് പോകുന്നു മീൻസ് ഏത് ട്രെൻഡാണ്? ഇറ്റ്സ് എ ഡൗൺ ട്രെൻഡ്. ഓക്കെ, സോ ഒരു ഡ്രോപ്പ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് പിന്നെ ഒരു ഡ്രോപ്പ് വരുന്നതിനാണ് നമ്മൾ ഡ്രോപ്പ് ബേസ്ഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് DBD. സോ ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് ഒരു ഡൗൺ ട്രെൻഡാണ്. ആഫ്റ്റർ എ ഡൗൺ ട്രെൻഡ് ഒരു കൺസോളിഡേഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഡൗൺ ട്രെൻഡ്, അതാണ് ഡ്രോപ്പ് ബേസ്ഡ് ഡ്രോപ്പ്. ഓക്കെ, സോ ഇതാണ് ഡ്രോപ്പ് ബേസ്ഡ് ഡ്രോപ്പ്. നേരത്തെ പറഞ്ഞതാണ് റാലി ബേസ്ഡ് റാലി. ഒരു റാലി കഴിഞ്ഞ് ഒരു ബേസ് വരും, അത് കഴിഞ്ഞ് പിന്നെ ഒരു റാലി വരും. ഡ്രോപ്പ് ബേസ്ഡ് ഡ്രോപ്പ് ആണെങ്കിൽ ഒരു ഡ്രോപ്പ് വരും, അത് കഴിഞ്ഞ് ഒരു ബേസ് വരും, പിന്നെ ഒരു ഡ്രോപ്പും വരും. അതാണ് DBD. മൂന്നാമത് വരുന്നത് RBD, അല്ലെങ്കിൽ റാലി ബേസ്ഡ് ഡ്രോപ്പ്. എന്താണ് റാലി ബേസ്ഡ് ഡ്രോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റാലി വരും,
റാലി വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ബേസ് വരും. ഇനി ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്വിയസ്ലി മാർക്കറ്റ് താഴേക്ക് പോകുന്നു. സോ ഒരു ഡ്രോപ്പ് വരും. ഇതാണ് RBT, റാലി ബേസ്ഡ് ഡ്രോപ്പ്. നെക്സ്റ്റ് വരുന്നതാണ് DBR അല്ലെങ്കിൽ ഡ്രോപ്പ് ബേസ്ഡ് റാലി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഒരു ഡ്രോപ്പ് വരും. ഡ്രോപ്പ് വന്നതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ വരുന്നു. അപ്പോൾ ഡ്രോപ്പ് ബേസ്ഡ് പിന്നെ ഒരു റാലി, അതാണ് DBR. ഇത് നാലുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ഒരു കണ്ടിന്യൂവേഷൻ. 2, ബെയറിഷ് കണ്ടിന്യൂവേഷൻ. 3, ബുള്ളിഷ് റിവേഴ്സൽ. 4, ബെയറിഷ് റിവേഴ്സൽ. ഞാൻ വരച്ച് തിരിഞ്ഞു പോയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഒരു ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ, ഒരു ബെയറിഷ് കണ്ടിന്യൂവേഷൻ, ഒരു ബുള്ളിഷ് റിവേഴ്സൽ ഒരു ബെയറിഷ് റിവേഴ്സൽ, അത് കഴിഞ്ഞിട്ടൊരു ബുള്ളിഷ് റിവേഴ്സൽ. ഇത് നാലുമാണ് RBR, DBD, RBD ആൻഡ് DBR. ഇപ്പോൾ ലൈവായിട്ട് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു DBD ഉണ്ട്. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ? ആഫ്റ്റർ എ ഡ്രോപ്പ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ പോലെ വന്നിട്ടുണ്ട്. കൺസോൾട്ടേഷൻ കഴിഞ്ഞ് മാർക്കറ്റ് പിന്നെയും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡ്രോപ്പ് ബേസ്ഡ് ഡ്രോപ്പ്. ഈ ഒരു ഡ്രോപ്പ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ് ഇവിടെ ഉള്ളതെന്ന്. ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ദെയർ ഇസ് എ ഹ്യൂജ് ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഹ്യൂജ് സെല്ലിംഗ് പവർ. ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു സൈഡ് വേസ് മാർക്കറ്റ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഫേസ്. അതിനർത്ഥം എന്ന് പറയുന്നത് ബയേഴ്സ് ആർ വെരി വീക്ക്. ദെൻ അതിൻ്റെ ഒരു ഇതായിട്ട് ഒരു ഡൗൺ ട്രെൻഡ് വിൽ കണ്ടിന്യൂ. ഇതുപോലെ ഒരു RBR ഇവിടെ എവിടെയെങ്കിലും ഫോം ആയി കാണും, അല്ലെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ബേസ്ഡ് റാലി ഫോം ആയിട്ടുണ്ട്. ആ ഡ്രോപ്പ് ഇവിടെ ഒരു ചെറിയ ബേസ് വന്നിട്ടുണ്ട്, ചെറിയൊരു ഇത് വിക്ക് താഴോട്ടോ ക്യാൻഡിൽസ് താഴോട്ടോ വന്നിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ബേസ് കഴിഞ്ഞിട്ട് റാലി സംഭവിച്ചു അവിടെ കണ്ടോ? ഇതാണ് ഡ്രോപ്പ് ബേസ്ഡ് റാലി. റാലി ബേസ്ഡ് ഡ്രോപ്പ്. റാലി, ഇവിടെ ഒരു ബേസ്, ആഫ്റ്റർ ദാറ്റ് ഡ്രോപ്പ് കണ്ടോ? ഇതാണ് 4 കൺസെപ്റ്റ്സ് ഓഫ് RBR, DBD, DBR ആൻഡ് RBD. ഓക്കെ, സോ ഒരു റാലി കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊരു മാർക്കറ്റ് എങ്ങോട്ട് പോകുന്ന ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് വോളിയം യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്യാൻഡിൽസ് യൂസ് ചെയ്യാൻ പറ്റും. ക്യാൻഡിൽസ്റ്റിക് സൈക്കോളജി അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. 4 hour ടൈം ഫ്രെയിമിൽ ഞാൻ ഈ ഒരു മാർക്കറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ മാർക്കറ്റ് ഒരു സപ്പോർട്ട് സോണിലാണല്ലോ, ഇവിടെ ഡിമാൻഡ് സോണിലാണ് നിൽക്കുന്നത്. ഞാൻ പറയുവാണ് ഇവിടെ ഒരു ഡ്രോപ്പ് നടന്നിട്ട്, ഇതിപ്പോൾ ഒരു റാലി ബേസ്ഡ് ഡ്രോപ്പാണല്ലോ നടന്നേക്കുന്നത്. ഞാൻ പറയുവാണ് ഈ ഒരു ഡ്രോപ്പ് വളരെ സ്ട്രെങ്തി ആയിട്ടുള്ള ഒരു ഡ്രോപ്പാണ്. ദെയർഫോർ മാർക്കറ്റിന് ഇവിടെ നിന്ന് മുകളിലോട്ട് തിരിച്ചു കയറാനുള്ള ചാൻസ് ഇല്ല, മറിച്ച് ഇവിടെ ഒരു ഡ്രോപ്പ് ബേസ്ഡ് ഡ്രോപ്പ് അല്ലെങ്കിൽ DBD സംഭവിക്കാനുള്ള ചാൻസ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ? മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് അടുത്ത് താഴേക്ക് പോകുന്നതാണ്. താഴേക്ക് മുമ്പ് കാര്യം ശ്രദ്ധിക്കണം, നേരത്തെ ഉണ്ടായ അപ്പ് ട്രെൻഡിൻ്റെ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൻ്റെ ടോപ്പ് ടു ബോട്ടം വരെ അനലൈസ് ചെയ്തിട്ട് അതേ പെർസെൻറ്റേജ് ആയിരിക്കണം നമ്മൾ താഴോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ റൂൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് സേഫായിട്ട് നിൽക്കണം. ഈ ഒരു മൂവിൻ്റെ ഇനിഷ്യൽ നമ്മൾ മൂവിൻ്റെ 50% നിങ്ങൾ ടാർഗറ്റായിട്ട് വയ്ക്കുക. മനസ്സിലായില്ല? അതാണ് ഒരു വളരെ സേഫായിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് അവിടെ ഒന്ന് ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് വേസ് ട്രെൻഡിന് ശേഷം ബിഹേവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി കണ്ടതാണ്, ബട്ട് സ്റ്റിൽ ഒരു സൈഡ് വേസ് ട്രെൻഡിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് താഴേക്ക് വരുവാണ് ചെയ്തത്. കണ്ടോ? ഒരു ഡ്രോപ്പ് ബേസ്ഡ് ഡ്രോപ്പ്. മനസ്സിലായി? ഒരു റാലി ബേസ്ഡ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞൊരു ഡ്രോപ്പ് ബേസ്ഡ് ഡ്രോപ്പ്. ഇങ്ങനെ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ RBR ആണോ DBD ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇതെങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് ചോദിക്കാം. സോ ഒരു ഡ്രോപ്പ് ഇവിടെ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട് സംവെയർ അറൗണ്ട് ഹിയർ. ഞാൻ എന്ത് ചെയ്യും? ഇതിൻ്റെ ലോയും ഹൈയും മാർക്ക് ചെയ്യും, ഒരു റേഞ്ചായി. ഇനി ഒരു റേഞ്ച് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എവിടെയെങ്കിലും ഒരു സപ്ലൈ സോൺ കാണും, അവിടെ എവിടെയെങ്കിലും ട്രേഡ് ചെയ്യും, എൻട്രി ചെയ്യും. കുറച്ച് സ്റ്റോപ്പ് ലോസിൻ്റെ മുകളിൽ വയ്ക്കും. ഇതിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. നോക്കിയപ്പോൾ 3.3% മൂവ്മെൻറ്റ്, അതിൻ്റെ പാതി എടുക്കും. 1.75% മൂവ്മെൻറ്റ്, കറക്റ്റ് 1.75% മൂവ്മെൻറ്റ്. അവിടെ ഞാൻ ടാർഗറ്റ് വയ്ക്കും. റിലേറ്റീവ്ലി ഒരു നല്ല R എനിക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ RBR DBD ഒക്കെ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു DBD ഫോം ആയിട്ടുണ്ട്. DBD ഫോമായി ഇവിടുത്തെ ഒരു സപ്ലൈയിലാണ് ടാപ്പ് ആയിരിക്കുന്നത്. ആ സപ്ലൈയിൽ അതൊരു ഓർഡർ ബ്ലോക്കാണ്. ആ ഒരു ഓർഡർ ബ്ലോക്ക് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു, എന്നിട്ടാണ് താഴോട്ട് വന്നത്. സോ ഇതിപ്പോൾ ഒരു DBD ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ വെച്ചിരുന്നെങ്കിൽ ഈസിലി ഈ ഒരു മൂവ്മെൻറ്റ് 50% എടുത്തു കഴിഞ്ഞാൽ 10 hour അടുത്ത് കിട്ടിയാണ്. ഓക്കെ, ഞാൻ ഒരു another example. ഒരു ഡ്രോപ്പ് ബേസ്ഡ് ഡ്രോപ്പ്, അടുത്തൊരു ഡ്രോപ്പ് ബേസ്ഡ് ഡ്രോപ്പ് ഇവിടെയുണ്ട്.
ഒരു സെക്കൻഡേ. ഇവിടെ ഒരു ആർ ബി ഡി ഉണ്ട്, അതായത് റാലി ബേസ്ഡ് ഡ്രോപ്പ് ഉണ്ട്. അത് നമുക്ക് അനലൈസ് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ ഇത് വന്നപ്പോൾ തന്നെ ഞാൻ ഹൈയും ലോയും മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ഞാൻ അലർട്ടിട്ട് വെച്ചേക്കുമായിരുന്നു. ഈസിലി വന്ന് അവിടെ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, നൈസിൻ്റെ ലോ ടൈം ഫ്രെയിം പോവും. സോറി ഫോർ ദാറ്റ്. നമുക്ക് ട്രേഡിംഗ് വേണ്ടി ഒരു എററാണത്, എൻ്റെ മിസ്റ്റേക്ക് അല്ല. വെയിറ്റ് ഫോർ ഇറ്റ്. ഓക്കെ, ഒരു 1 hour ടൈം ഫ്രെയിമിൽ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നൊരു വെയിറ്റ് ചെയ്യും. അതുകൊണ്ടോ ഈസി ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. സോ ഒബ്വിയസ്ലി അവിടെ റീടെസ്റ്റ് വന്നായിരുന്നു, സംവെയർ അറൗണ്ട് ഹിയർ. ദെൻ പിന്നെയും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുമ്പോൾ നമ്മൾ അടുത്ത സപ്ലൈ സോൺ നോക്കും. ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ഒരു സപ്ലൈ സോണാണ്. ഇത് ഈ ഒരു ഏരിയ സപ്ലൈ സോണാണ്, ഈ ഒരു ഏരിയ, ഈ ഒരു ക്യാൻഡിൽ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഒബ്വിയസ്ലി ഇത് അവിടെ വരേണ്ടതാണ്. ദെൻ അഗെയിൻ ഓരോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിലും നമുക്ക് ഇവിടെ സപ്ലൈ സോൺസ് ഫോം ആവുന്ന സപ്ലൈ സോൺസിലാണ് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അനദർ സപ്ലൈ. അനദർ സപ്ലൈ ഹിയർ, ഈ ഒരു ഏരിയ. സോ അങ്ങനെയൊക്കെ റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി ചെയ്യാം. ഇങ്ങനെയാണ് RBR ആൻഡ് DBD ആക്ച്വലി ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻട്രി മെത്തേഡ്സ് RBR DBD വരുന്നില്ല. ഓക്കെ, സോ RBR DBD എന്ന് പറയുന്നത് റേഞ്ച് മെത്തേഡ്സാണ് മോസ്റ്റ്ലി. സോ അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന മെത്തേഡ്സ് വരുന്നില്ല. മറിച്ച് നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ പ്ലെയിൻ ആയിട്ട് ഇപ്പോൾ RBR വരാനാണ് ചാൻസ്. സോ അവിടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് വെച്ചിട്ട് തന്നെ റേഞ്ച് ഡീവിയേഷനൊക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് പതിവ്. RBR DBD മെത്തേഡ് ആണെങ്കിൽ ഈ ഒരു ഹൈ ലോ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള എൻട്രി ആയിരിക്കും. നൗ ഹയർ ദ ടൈം ഫ്രെയിം, ഹയർ ദ പ്രോബബിലിറ്റി. നൗ RBR എന്തെന്നും DBD എന്തെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി RBR DBD സോൺസിനകത്തുള്ള ഹിഡൻ സപ്ലൈ സോൺസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരു RBR അല്ലെങ്കിൽ ഒരു DBD ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ വരുവാണെങ്കിൽ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ ബേസ് ഇസ് എ ദ സപ്ലൈ ഓർ ഡിമാൻഡ് സോൺ. ഒരു RBRൻ്റെ ബേസ് ഡിമാൻഡ് സോൺ ആയിട്ടും ഒരു DBDയുടെ ബേസ് സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യും. ഇത് ഡിമാൻഡ് സോണായിട്ട് മറ്റേ സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യും. അതായത് സെല്ലേഴ്സ് ഒരു സ്ഥലം വരെ പുഷ് ഡൗൺ ചെയ്തു, അവിടെ നിന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ബയേഴ്സിന് ഒരു ഇഞ്ച് പോലും വിട്ടു കൊടുക്കാതെ തിരിച്ച് സെല്ലേഴ്സ് പുഷ് ഡൗൺ ചെയ്തു. പിന്നെയും ഈ ഒരു ഏരിയ അപ്പോൾ എന്ത് പറ്റും, സെല്ലേഴ്സ് എൻ്റർ ചെയ്തിട്ടുള്ള സ്പോട്ടായിട്ട് മാറും. ഓബ്വിയസ്ലി ഈ ഒരു ഏരിയയിൽ പ്രൈസ് തിരിച്ചു വരുവാണെങ്കിൽ അവിടെ നിന്ന് റിജക്റ്റ് ആവും എന്ന് നമുക്ക് കരുതാൻ പറ്റും. വൈസ് വേഴ്സ ഇവിടെ എന്താണ്, ഒരു ബൈയിങ് ആക്ടിവിറ്റിക്ക് ശേഷം മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് റെസ്റ്റ് എടുക്കുവാണ്. അതിനുശേഷം സെല്ലേഴ്സിന് ഒരു ഇഞ്ച് പോലും വിട്ടു കൊടുക്കാതെ ബയേഴ്സ് മാർക്കറ്റിനെ പമ്പ് ചെയ്യുവാണ്. സോ ഓബ്വിയസ്ലി ഒരു ഏരിയ എന്താണ്, ബയേഴ്സ് എൻ്റർ ചെയ്തിട്ടുള്ള ഏരിയയാണ്. ദെയർഫോർ മാർക്കറ്റിന് ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റിജക്റ്റായി തിരിച്ചു പോകുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് RBRയിലും DBDയിലും ബേസിസ് സപ്ലൈ ഓർ ഡിമാൻഡ് സോണായിട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു RBRയിൽ ബേസ് എന്ന് പറയുന്നത് ഡിമാൻഡ് ആയിരിക്കും, ഒരു DBDയിൽ ബേസ് എന്ന് പറയുന്നത് സപ്ലൈ സോൺ ആയിരിക്കും. ഓക്കെ, ഒരു നിങ്ങൾ ചോദിക്കും റാലി ബേസ്ഡ് ഡ്രോപ്പ് ആണെങ്കിലോ, എങ്കിൽ ഈ ഒരു ടോപ്പ് സപ്ലൈ സോൺ ആയിരിക്കും. അത് ഒബ്വിയസ്ലി സപ്ലൈ സോൺ ആണല്ലോ, കാരണം സപ്ലൈ സോൺ വരയ്ക്കാനൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. RBR DBD കൺസെപ്റ്റ് ഒന്നും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കത്തില്ല, ബിക്കോസ് ഈ ഒരു കൺസെപ്റ്റൊക്കെ നിങ്ങൾ ലേറ്റർ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ട്രേഡ് ചെയ്യാനായിട്ട് പഠിക്കും. ഓക്കെ, എനിവേസ് ഇതാണ് RBR ആൻഡ് DBD. ഹയർ ദ ടൈം ഫ്രെയിം, ഹയർ ദ പ്രോബബിലിറ്റി. നിങ്ങൾ 1 minute വരുവാണെങ്കിൽ നമുക്കിവിടെ ഒരു റാലി ബേസ്ഡ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റാലി ബേസ്ഡ് റാലി ഉണ്ടായിരുന്നു. അതൊരു ഫ്ലാറ്റ് പാറ്റേൺ ബ്രേക്ക് ഔട്ട് കൂടിയായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡ്രോപ്പ് ബേസ്ഡ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു, കണ്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ചോദിക്കും ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് വരുന്നതിന് മുമ്പേ. ഒബ്വിയസ്ലി വേറൊന്നുമില്ല, ഒരു മൂവ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ലൈവായിട്ട് EUR/USD എടുക്കുവാണ്. ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഈ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോഴത്തെ ഒന്ന് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് വോളിയം ഡേറ്റ കറൻ്റ്ലി അവൈലബിൾ അല്ല. ഇത് ഈ ഒരു ബ്രോക്കറിൻ്റെ പ്രോബ്ലമാണ്, സോറി ഫോർ ദാറ്റ്.
എനിവേസ് നമ്മൾ വോളിയം എടുത്ത് നോക്കുകയാണെങ്കിലും നല്ലൊരു വോളിയം ഇവിടെ കാണാനായിട്ട് പറ്റും. ബിക്കോസ് ഇത് ഈ ഡ്രോപ്പ് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡ്രോപ്പാണ്. ഓക്കെ, പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ വീക്ക് ആയിട്ടുള്ളൊരു അപ് ട്രെൻഡ് വരാനാണ് ചാൻസ്. ദെയർഫോർ ലൈവായിട്ട് ഞാനിവിടെ പറയുവാണ് ഇതൊരു ഡ്രോപ്പ് ബേസ്ഡ് ഡ്രോപ്പ് വരാനാണ് ചാൻസ്. ഓക്കെ, ഈ ഒരു ഡൗൺ ട്രെൻഡ് വളരെ വീക്കായിരുന്നു, വളരെ പയ്യെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ എന്ത് പറയും ഞാൻ, ഒരു ഡ്രോപ്പ് ബേസ്ഡ് റാലി വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. വൈസ് വേഴ്സ ഒരു അപ് ട്രെൻഡ് വളരെ വീക്കായിട്ട് കയറി പോവുകയാണെങ്കിൽ ഞാൻ എന്തെന്ന് പറയും, ഒരു റാലി ബേസ്ഡ് ഡ്രോപ്പ് വരാനാണ് ചാൻസ് എന്ന് പറയും. ഇങ്ങനെയാണ് നമ്മൾ റാലി ബേസ്ഡ് റാലിയും ഡ്രോപ്പ് ബേസ്ഡ് ഡ്രോപ്പൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വിത്ത് മാർക്കറ്റ് സ്ട്രക്ചർ. വോളിയം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കും എങ്ങനെയാണ് ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രെൻഡിൻ്റെ സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ആ ഒരു ടൈം എത്തുമ്പോൾ വോളിയം വെച്ചിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് വളരെ ഈസി ആയിട്ടുള്ള കൺക്ലൂഷൻസിലോട്ട് എത്താനായിട്ട് പറ്റും. ഓക്കെ, സോ അതാണ് ഇത്രയും ഫ്രാക്ടൽ കൺസെപ്റ്റ്സ്, RBR, RBD അതുപോലെ DBR. വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ്സാണ്. ഇത് ജോയിൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റാണ്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചാർട്ടിൽ പോവുക, എനി ടൈം ഫ്രെയിം, ഐഡൻറ്റിഫൈ RBR ആൻഡ് DBD സോൺസ്. വളരെ ഈസിയാണ്. ഒരു ഡ്രോപ്പ് കണ്ടുപിടിക്കുക, ബേസ്, അത് കഴിഞ്ഞ് ഡ്രോപ്പ്, അത് മാർക്ക് ചെയ്യുക. 50% മൂവ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുക. ഒരു റാലി ബേസ്ഡ് റാലി കണ്ടുപിടിക്കുക, അങ്ങനെ മാർക്ക് ചെയ്യുക. പിന്നെ ഒരു റാലി ബേസ്ഡ് ഡ്രോപ്പ് കണ്ടുപിടിക്കുക, ഡ്രോപ്പ് ബേസ്ഡ് റാലിയും കണ്ടുപിടിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ അസൈൻമെൻറ്റ് സെക്ഷനിലേക്ക് സബ്മിറ്റ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ് സബ്മിറ്റ് ചെയ്യണോ വേണ്ടത്. ഓക്കെ, സോ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പഠിച്ചിവിടുന്ന് ഒരു വലിയൊരാളാവണം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ വലിയൊരു എമൗണ്ട് പേ ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. സോ അതിൻ്റെ വർത്ത് നിങ്ങൾ കാണിക്കുക. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒരുപാട് മൂവ്മെൻറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ലൈക്ക് അടുത്തൊരു DBD കണ്ടോ, 50% മൂവ്മെൻറ്റ് റെലവൻസ് മനസ്സിലായോ? ഇതിൻ്റെ 50% എന്ന് പറയുന്നത് ഒരു 2.18% മൂവ്മെൻ്റ് ആണ്. സോ ഇവിടുന്ന് ഷോർട്ട് ചെയ്തിരുന്നെങ്കിൽ 2.18 റേഞ്ചിൽ കണ്ടോ, കറക്റ്റ് 2.18 റേഞ്ചിൽ വന്നിട്ട് TP ചെയ്താണ്. അതുകൊണ്ടാണ് 50% മൂവ്മെൻറ്റ് നമ്മൾ എടുക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ അത്രയുള്ളായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ. വളരെ ഈസി ആയിട്ട് RBR, DBD അതുപോലെ RBD, DBR അങ്ങനെയുള്ള കൺസെപ്റ്റ്സ് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സിംപ്ലി മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഒരു പ്ലേ ആണ്. മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങോട്ട് പോകുമെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ കളിക്കുന്ന കളിയാണ്. സ്ട്രോങ് ട്രെൻഡ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ചാൻസ്, വീക്ക് ട്രെൻഡ് ആണെങ്കിൽ റിവേഴ്സ് ചെയ്യാനാണ് ചാൻസ്. അതാണ് ഇനഫിഷ്യൻസി എന്ന് പറയുന്നത്. വീക്ക് ആണെങ്കിൽ ഇനഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നത്, കഴിവില്ല എന്ന് പറയും ആ ഒരു മാർക്കറ്റിന്. ഓക്കെ, സോ അത്രയുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ.